ഹായ് ഫ്രണ്ട്സ്, സമുദ്രവും മനുഷ്യനും എന്ന് പറയുന്ന ഒരു SCRT ചാപ്റ്റർ 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സമുദ്രവും മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. നോക്ക്, എന്തൊക്കെയാണ്? കപ്പൽ വരുന്നു, ചില ആളുകൾ വല ഇതാവുന്നു, ഉപ്പ് കുറുക്കുന്നു. അങ്ങനെ സമുദ്രവുമായി ബന്ധപ്പെട്ട ചില കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു ചിത്രത്തിലൂടെ കാണുന്നത്. ബഹിരാകാശം നോക്കിയാൽ ഒരു വലിയ ജലപ്പരപ്പായിട്ടാണ് ഭൂമി നമുക്ക് അനുഭവപ്പെടുന്നത്. ജലപ്പരപ്പിൽ അങ്ങിങ്ങായി പൊന്തി നിൽക്കുന്ന കരഭാഗങ്ങളാണ് വൻകരകൾ. ഭൂഗോള വിസ്തൃതിയുടെ ഏതാണ്ട് 71% ജലമാണ്. കക്ഷിച്ച് 29% മാത്രമാണ് കരഭാഗമുള്ളത്. കരഭാഗങ്ങൾക്കിടയിലായി സമുദ്രങ്ങൾ കാണപ്പെടുന്നു. പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം എന്നിങ്ങനെയാണ് പ്രധാന സമുദ്രങ്ങൾ. ഏതൊക്കെയാണ് പ്രധാന സമുദ്രങ്ങൾ? 1 പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം. മുകളിൽ സൂചിപ്പിച്ച ഓരോ സമുദ്രവും അനേകം കടലുകളും ഉൾക്കടലുകളും കടലിടുക്കളും മറ്റും ചേർന്നാണ്. 3 വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടതാണെന്ത്? ഓക്കെ, അപ്പോൾ ഇവിടെ കടലിൻ്റെ 3 വശവും കരയാൽ ചുറ്റപ്പെട്ടതാണെന്ത്? ഉൾക്കടൽ എന്ന് പറയുന്നത്, ഉൾക്കടൽ അല്ലെങ്കിൽ ബേ എന്ന് പറയുന്നത്. 2 കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ ഭാഗമാണ് കടലിടുക്ക് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ സമുദ്രത്തിൻ്റെ കരയോട് ചേർന്ന ഭാഗമാണ് കടൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് കടൽ? അതുപോലെ തന്നെ എന്താണ് സമുദ്രം തമ്മിൽ വ്യത്യാസം? സമുദ്രത്തിൻ്റെ കരയോട് ചേർന്നുള്ള ഭാഗമാണ് കടൽ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ഓക്കെ, അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അറബിക്കടൽ എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ബഹിരാകാശം നോക്കുന്ന സമയത്ത് അതുപോലെ ഒരു നീല കളർ നമുക്ക് കാണാം. അതിൽ 71% നമുക്ക് ജലമാണ്. 29% മാത്രമേ ഉള്ളൂ 21% മാത്രമേ കരഭാഗമുള്ളൂ. അപ്പോൾ കരകൾക്കിടയിൽ കരകൾക്കിടയിലെ അതിവിശാലമായിട്ടുള്ള, അപ്പോൾ 3 വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടതാണ് ഉൾക്കടൽ. അതാണ് ഉൾക്കടൽ എന്ന് പറയുന്നത്. അതാണ് ഉൾക്കടൽ. 2 കരകൾക്കിടയിൽ ഇടുങ്ങിയ സമുദ്രഭാഗമാണ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. സമുദ്രത്തിൻ്റെ കരയോട് ചേർന്ന ഭാഗമാണ് കടൽ എന്നറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക. ഇനി അടിസ്ഥാന വിവരങ്ങൾ. ലോകസമുദ്രങ്ങൾ ഒറ്റനോട്ടത്തിൽ പസഫിക് സമുദ്രത്തിൻ്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് എന്താണ്? 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ശരാശരി ആഴം 4280 മീറ്ററും ഏറ്റവും കൂടിയ ആഴം 11,034 മീറ്ററുമാണ്. ഏറ്റവും ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഗർത്തം എന്നറിയപ്പെടുന്നു. ചലഞ്ചർ ഗർത്തം എന്നറിയപ്പെടുന്നു. ഓക്കെ, പസഫിക് സമുദ്രം ആകെ വിസ്തീർണം 165.2 ചാക്കിമി അല്ലെങ്കിൽ ചതുരശ്ര കിലോമീറ്റർ. ഓക്കെ, ശരാശരി ആഴം 4280 മീറ്ററും ഏറ്റവും ആഴം കൂടിയ ഭാഗം 11,034 മീറ്ററുമാണ്. ഏറ്റവും ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഗർത്തം എന്നറിയപ്പെടുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിലാണെങ്കിൽ ആകെ വിസ്തൃതി 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ശരാശരി ആഴം 1700 മീറ്ററും കൂടിയ ആഴം 8618 മീറ്ററുമാണ്. ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂരിറ്റോ റിക്കോ ഗർത്തം എന്നറിയപ്പെടുന്നത്. നീണ്ട ആകൃതിയിലുള്ള, എന്താണ് ഇതിൻ്റെ ആക്ച്വൽ ആകൃതി എന്ന് പറയുന്നത്? ഇത് ട്രയാങ്കിൾ ആകൃതി. പസഫിക്, അറ്റ്ലാന്റിക് ആണെങ്കിൽ എസ് ആകൃതി. ഓക്കെ, സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായി ഏകദേശം 14,000 കിലോമീറ്റർ നീളമുള്ള ഒരു പർവ്വതമുണ്ട്. തന്നെ മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ സമുദ്രം എന്നറിയപ്പെടുന്നത്. സമുദ്രോപരിതലം ആകെ വിസ്തൃതി 73.4 ചതുരശ്ര കിലോമീറ്ററാണ്. ശരാശരി ആഴം 3960 മീറ്റർ. ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് വാർട്ടൻ ഗർത്തം. 7,725 മീറ്ററാണ് ആഴമുണ്ട്. ആർട്ടിക് സമുദ്രത്തിൽ വെച്ച് ഏറ്റവും ചെറുതാണ് ആർട്ടിക് സമുദ്രം. വിസ്തൃതി 14 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഓക്കെ, ഏറ്റവും ആഴം കൂടിയ ഭാഗം അല്ലെങ്കിൽ ആഴം 5,180 മീറ്റർ. ആർട്ടിക് സമുദ്രോപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക് സമുദ്രമാണ്. ദക്ഷിണ സമുദ്രം, അന്റാർട്ടിക് സമുദ്രം. ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ്? അത് ആർട്ടിക് സമുദ്രമാണ്. ആകെ വിസ്തൃതി 32 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഓർത്തിരിക്കുക. ഇനി എന്താ പറയാനുള്ളത്? ദ്വീപുകളും ഉപദ്വീപുകളും. അപ്പോൾ പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ദ്വീപുകൾ. ദ്വീപുകൾ എന്നറിയപ്പെടുന്ന ഐലൻഡ് എന്ന് പറയുന്നത്. 3 വശങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭാഗമാണ് പെനിൻസുല എന്നറിയപ്പെടുന്നത്. പെനിൻസുല. അപ്പോൾ പെനിൻസുലയ്ക്ക് പറയുന്നത് ഉപദ്വീപുകൾ. അതുപോലെ തന്നെ ദ്വീപ്, ദ്വീപുകൾ പറയുന്ന പേരാണ് ഐലൻഡ്. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ദ്വീപുകൾ. ഏതൊക്കെ ദ്വീപുകളുണ്ട്? ഓക്കെ, ശ്രീലങ്ക, ജപ്പാൻ, ഫിലിപ്പീൻസ്, മെഡഗാസ്കർ, മാലദ്വീപ്, വിക്ടോറിയ ദ്വീപുകൾ, ബ്രിട്ടീഷ് ദ്വീപുകൾ, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, സുമാത്ര, ന്യൂഫൗണ്ട്ലാൻഡ്, ന്യൂ ഗിനിയ, ബഫിൻ, കൊക്കോസ്, ഇതെല്ലാം ദ്വീപുകളാണ്. ഇതെല്ലാം ദ്വീപുകളായിട്ട് അറിയപ്പെടുന്നു. ഇനി ഉപദ്വീപുകൾ അല്ലെങ്കിൽ ഐലൻഡ്സ് എന്നറിയപ്പെടുന്നത്. ഉപദ്വീപുകൾ അല്ലെങ്കിൽ പെനിൻസുല എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇന്ത്യൻ ഉപദ്വീപ്, അറേബ്യൻ ഉപദ്വീപ്, അലാസ്ക ഉപദ്വീപ്, ലാബ്രഡോർ, ഓക്കെ, സ്കാൻഡിനേവിയൻ ഉപദ്വീപ്.
സമുദ്രജലത്തിൻ്റെ പ്രധാന സവിശേഷതകളായി താപം, ലവണത്വം, സാന്ദ്രത എന്നിവ. അപ്പോൾ സമുദ്രജലത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? സമുദ്രജലത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ് എന്തൊക്കെയാണ്? താപമുണ്ട്, ലവണത്വമുണ്ട്, സാന്ദ്രതയുണ്ട്. താപം, ലവണത്വം, സാന്ദ്രത. താപം, ലവണത്വം, സാന്ദ്രത എന്നറിയപ്പെടുന്നത് എന്നിവ സമുദ്രജലത്തിൻ്റെ പ്രധാന സവിശേഷതയാണ്. സമുദ്രജലത്തിൻ്റെ പ്രധാന സവിശേഷത താപമുണ്ട്, ലവണത്വമുണ്ട്, താപം ഉണ്ട്, ലവണത്വമുണ്ട്, സാന്ദ്രതയുണ്ട്. ഓക്കെ, സമുദ്രജലത്തിലെ താപ വിതരണം എങ്ങനെയാണ് നോക്ക്. അക്ഷാംശീയ വ്യതിയാനങ്ങൾക്കനുസൃതമായി സമുദ്രജലത്തിൻ്റെ താപനിലകൾ വ്യത്യാസമുണ്ടാകുന്നു. ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത് ഭൂമധ്യരേഖയോട് ഇരുവശങ്ങളുമായിട്ടാണ്. ഏതാണ്ട് 10 ഡിഗ്രി വരെ അക്ഷാംശ മേഖലകളാണിവ. ഇവിടെ ശരാശരി 27 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തുന്നു. മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവീയ മേഖലകളിലേക്ക് പോകും തോറും താപനിലയിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുന്നു. മധ്യ അക്ഷാംശീയ രേഖകൾ അല്ലെങ്കിൽ മേഖലകൾ താപം ഏകദേശം 10 ഡിഗ്രി സെൽഷ്യസ് വരെയും ധ്രുവീയ മേഖലയിൽ -2 ഡിഗ്രി സെൽഷ്യസ് വരെയും താഴ്ന്നതായി മനസ്സിലാക്കാം. വ്യത്യസ്ത അക്ഷാംശ മേഖലകളിൽ താപനില കാണപ്പെടുന്ന വ്യത്യസ്തങ്ങൾ എന്തൊക്കെയാണ്? സൗരോർജ്ജം ഭൂമിയിൽ ലഭിക്കുന്നതിനുള്ള അസന്തുലിതാവസ്ഥയാണ് സമുദ്രജലത്തിലെ താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സമുദ്രജലത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ് താപം, ലവണത്വം, സാന്ദ്രത. താപമുണ്ട്, ലവണത്വമുണ്ട്, സാന്ദ്രതയുണ്ട്. ഓർത്തിരിക്കുക. സമുദ്രജലത്തിൽ താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കുള്ള പ്രധാന കാരണം സമുദ്രജല പ്രവാഹങ്ങൾ, കാറ്റുകളും സമുദ്രജലത്തിൻ്റെ താപനിലയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. വിവിധ അക്ഷാംശ മേഖലകളിൽ താപനിലയിൽ കാണുന്ന വ്യത്യാസം എന്തൊക്കെയാണ് നോക്കിയേ. സമുദ്രജല ലവണത്വം. കടൽ വെള്ളത്തിൻ്റെ പ്രത്യേക സവിശേഷതകളാണ് ഉപ്പുരസം എന്ന് പറയുന്നത്. കടൽ വെള്ളത്തിൻ്റെ പ്രത്യേക സവിശേഷതയാണ് ഉപ്പുരസം എന്നറിയപ്പെടുന്നത്. കടൽ വെള്ളത്തിൻ്റെ ശരാശരി ലവണത്വം 3.5%. ഈ ലവണത്വം കടൽ വെള്ളത്തിൽ നിന്ന് വേർതിരിച്ച് മാറ്റാൻ സാധിച്ചാൽ കടലിലെ ജലം ശുദ്ധമാകും. കടൽ വെള്ളത്തിനടിയിലുണ്ടായിരുന്ന ലവണാംശത്തിൻ്റെ സാന്ദ്രീകരണം, ലവണത്വം, സലൈനിറ്റി എന്നറിയപ്പെടുന്നു. അപ്പോൾ കടൽ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശത്തിൻ്റെ സാന്ദ്രീകരണം. അപ്പോൾ കടൽ വെള്ളത്തിനടിയിലിരിക്കുന്ന ലവണാംശത്തിൻ്റെ സാന്ദ്രീകരണം ലവണത്വം അല്ലെങ്കിൽ സലൈനിറ്റി എന്നറിയപ്പെടുന്നു. ഓക്കെ, 1000 ഗ്രാം ജലത്തിൽ എത്ര ഗ്രാം ലവണം അടങ്ങിയിരിക്കുന്നു എന്ന രീതിയിലാണ് ലവണത്വം സൂചിപ്പിക്കുന്നത്. സമുദ്രജലത്തിൻ്റെ ശരാശരി ലവണത്വം 35 സഹസ്രാംശമാണ് എന്ന് രേഖപ്പെടുത്തുന്നത്. 35 ഇതങ്ങനെ രേഖപ്പെടുത്തുക. ഓക്കെ, കടൽ വെള്ളത്തിൽ രസതന്ത്രം എന്താണ്? സമുദ്രജലത്തിലെ ലവണത്വത്തിൻ്റെ മുഖ്യ ഭാഗവും സോഡിയം ക്ലോറൈഡ്, അതായത് നമുക്കറിയാം NaCl സോഡിയം ക്ലോറൈഡാണ്. അവ കൂടാതെ മഗ്നീഷ്യം ക്ലോറൈഡും, മഗ്നീഷ്യം സൾഫേറ്റും, കാൽസ്യം സൾഫേറ്റും, പൊട്ടാസ്യം സൾഫേറ്റും, കാൽസ്യം കാർബണേറ്റും മുതലായ മൂലകങ്ങൾ സമുദ്രജലത്തിൽ അലിഞ്ഞുചേർന്നു. ഇവയിൽ പലതും വാണിജ്യാടിസ്ഥാനത്തിൽ വേർതിരിച്ചെടുക്കാവുന്നതാണ്. എന്നാൽ ചില മൂലകങ്ങൾ നാമമാത്രമായിരിക്കും, ഇവയെ വേർതിരിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ സമുദ്രങ്ങളിൽ എല്ലായിടത്തും ലവണത്വം ഒരുപോലെയല്ല. ലവണത്വത്തിൻ്റെ ഏറ്റക്കുറച്ചുകൾ കാരണമാകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, കരയാൽ ചുറ്റപ്പെട്ട ഭാഗങ്ങളിൽ, കടൽ ഭാഗങ്ങളിൽ ലവണത്വം കൂടുതലായിരിക്കും. അപ്പോൾ കരയാൽ ചുറ്റപ്പെട്ട കടൽ ഭാഗങ്ങളിൽ ലവണത്വം കൂടുതലായിരിക്കും. ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിൽ ലവണത്വം കൂടുതലായിരിക്കും. അപ്പോൾ ഉയർന്ന അളവിൽ ബാഷ്പീകരണം നടക്കുകയാണെങ്കിൽ അവിടെയും ലവണത്വം കൂടുതലായിരിക്കും. ഓക്കെ, അവിടെയും ലവണത്വം കൂടുതലായിരിക്കും. ഓർത്തിരിക്കാം. അപ്പോൾ കരയാൽ ചുറ്റപ്പെട്ട കടൽ ഭാഗങ്ങളാണെങ്കിൽ ലവണത്വം കൂടുതലായിരിക്കും. അവിടെ ലവണത്വം കൂടുതലായിരിക്കും. ഉയർന്ന ബാഷ്പീകരണ താപനിലയാണെങ്കിൽ അവിടെ ലവണത്വം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഉയർന്ന അളവിൽ മഞ്ഞുരുക്കി ജലമെത്തുന്ന സമുദ്രങ്ങളാണെങ്കിൽ ലവണത്വം കുറവായിരിക്കും. ധാരാളം നദികൾ വന്നു ചേരുന്ന സമുദ്രഭാഗമാണെങ്കിൽ ലവണത്വം കുറവായിരിക്കും. ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്ന ആണെങ്കിൽ ലവണത്വം കുറവായിരിക്കും. അപ്പോൾ നമുക്കറിയാം കാര്യം, അവിടെ ഉയർന്ന അളവിൽ മഞ്ഞുരുകി ജലമെത്തുന്ന സമുദ്രഭാഗങ്ങളിൽ ലവണത്വം കുറവായിരിക്കും. ധാരാളം നദികൾ വന്നു ചേരുന്ന സമുദ്രഭാഗങ്ങളിൽ ലവണത്വം കുറവായിരിക്കും. ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്ന ലവണത്വം കുറഞ്ഞിരിക്കും. ഓക്കെ, ഇനി സമുദ്രജലത്തിൻ്റെ സാന്ദ്രത സമുദ്രങ്ങളിൽ എല്ലായിടത്തും ഒരുപോലെ അനുഭവപ്പെടുന്നില്ല. ഇതിന് കാരണം സമുദ്രത്തിലെ ലവണത്വത്തിലും താപനിലയിലും കാണുന്ന വ്യത്യാസമാണ്. താപം വർദ്ധിക്കുമ്പോൾ സാന്ദ്രത കുറയുന്നു. എന്താണ്? താപം വർദ്ധിക്കുമ്പോൾ സാന്ദ്രത കുറയുന്നു. ലവണത്വം കൂടുമ്പോൾ സാന്ദ്രത കൂടുന്നു. ലവണത്വം കൂടുമ്പോൾ സാന്ദ്രത കൂടും. ലവണത്വം കൂടുമ്പോൾ എന്താ ചെയ്യുക? ലവണത്വം കൂടുമ്പോൾ സാന്ദ്രത കൂടുന്നു. താപം വർദ്ധിക്കുമ്പോൾ സാന്ദ്രത കുറയുക ചെയ്യുക. ഓക്കെ, താപം, ലവണത്വം, സാന്ദ്രത എന്നിവ സമുദ്രങ്ങൾ എല്ലായിടത്തും ഒരുപോലെയല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി സമുദ്രജല ചലനങ്ങൾ എന്തൊക്കെ? വേവ്സ് ഉണ്ട്, ടൈഡ്സ് ഉണ്ട്, ജലപ്രവാഹങ്ങളുണ്ട്. അതായത് വേവ്സ്, ടൈഡ്സ്, ഓഷ്യൻ കറൻസ്. അപ്പോൾ തിരമാലകൾ വേവ്സ് എന്ന് പറയും, ടൈഡ്സിനെ വേലികൾ എന്ന് പറയും, അതുപോലെ ജലപ്രവാഹങ്ങൾ ഓഷ്യൻ കറൻസ് എന്ന് പറയും. തിരമാലകൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? വേവ്സ്. അപ്പോൾ സമുദ്രജല ഉപരിതലത്തിൻ്റെ നിമ്നോന്നത രൂപത്തിലുള്ള ചലനങ്ങളാണ് തിരകൾ എന്നറിയപ്പെടുന്നത്. ചിത്രത്തിൽ കാണുന്ന പോലെ തിരയുടെ ഉയർന്ന ഭാഗത്തെ തിരാശിഖിരമെന്നും താഴ്ന്ന ഭാഗത്തെ തിരാതടം എന്നറിയപ്പെടുന്നു. അടുത്തുള്ള 2 തിരാശിഖരങ്ങൾ തമ്മിൽ അകലത്തെ തിരാദൈർഘ്യം എന്നും തിരാദൈർഘ്യം വരെയുള്ള ലംബദൂരത്തെ തിരോന്നതി എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, ഇത് ഉന്നതി. ഓക്കെ, ഈ 2 ഇത് തിരാതടം എന്നറിയപ്പെടുന്നു. ഇത് ഉന്നതി എന്നറിയപ്പെടുന്നു, തിരാദൈർഘ്യം. ഓക്കെ, കാറ്റുകൾ സമുദ്രജലോപരിതലത്തിൽ ഏൽപ്പിക്കുന്ന ഘർഷണമാണ് തിരകൾക്ക് കാരണം. കാറ്റിൻ്റെ ശക്തിക്കനുസരിച്ച് തിരമാലകളുടെ ശക്തിയും കൂടി വരുന്നു. വളരെ ശക്തമായ കാറ്റുകളുടെയോ കൊടുങ്കാറ്റുകളുടെയോ ഫലമായി ഉണ്ടാകുന്ന ശക്തി കൂടിയ തിരമാലകൾ തെക്കു പടിഞ്ഞാറ് മൺസൂൺ കാലത്ത് കേരളത്തിലെ കടൽ തീരങ്ങൾ ഇത്തരത്തിൽ കടലാക്രമണങ്ങൾ വിധേയമാകുന്ന പത്രവാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവ തീരങ്ങളിലെ നാശനഷ്ടങ്ങൾ കാരണമാകുന്നു. കടൽ തീരത്തുള്ള ജനവാസത്തിന് ഭീഷണിയാകുന്നു. ഇവയെ
പ്രതിരോധിക്കാൻ ചില മാർഗങ്ങളുണ്ട്. കടലോരങ്ങളിൽ പാറകൾ നിക്ഷേപിക്കൽ, പുലി മുട്ടുകൾ നിർമ്മിക്കൽ, കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കൽ, കരയിൽ നിന്നും കടലിലേക്ക് മറിച്ച് നീക്കം ചെയ്യപ്പെടുന്ന മണൽ അന്യോന്യം തടയപ്പെട്ട തീരങ്ങളിൽ രൂപം കൊള്ളുന്ന മണൽ ഭിത്തികൾ കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ പ്രകൃതി തന്നെ സൃഷ്ടിക്കുന്ന ഒരു മാർഗ്ഗമാണ്. അപ്പോൾ കടലോരങ്ങളിലെ പാറകൾ നിക്ഷേപിക്കൽ, പുലിമുട്ടുകൾ നിർമ്മിക്കൽ, അതുപോലെ തന്നെ കണ്ടൽക്കാടുകൾ വെച്ചുപിടിക്കൽ, ഇതൊക്കെ എന്താണ് ഈ കടലിൽ നിന്ന് കരയെ രക്ഷിക്കാനുള്ള ചില മാർഗ്ഗങ്ങളാണെന്ന് ഓർത്തിരിക്കുക. 2004 കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ അനുഭവപ്പെട്ട സുനാമി തിരമാലകൾ നമുക്കറിയാം. 2004 ഡിസംബർ 26 കടൽത്തറകളിൽ ഉണ്ടാകുന്ന അഗ്നിപർവ്വതങ്ങളും ഭൂകമ്പങ്ങളും വിനാശകാരികളായ വൻ തിരമാലകൾ കാരണമാകാറുണ്ട്. ഇത്തരം തിരമാലകൾ സീസ്മിക് കടൽ തിരകൾ അഥവാ സുനാമി എന്നറിയപ്പെടുന്നു. ഈ തിരമാലയ്ക്ക് മണിക്കൂറിൽ 800 കിലോമീറ്റർ വരെ വേഗം ഉണ്ടാകാറുണ്ട്. ഇനി എന്താ ഈ ചാകര എന്ന് പറയുന്നത്? ചാകര എന്ന് പറഞ്ഞാൽ അറബിക്കടലിലെ മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര. അപ്പോൾ മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അല്ലെങ്കിൽ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ഒരു പ്രതിഭാസമാണ് ചാകര. ചെളി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ചിറകളിലെ കലക്കവെള്ളത്തിൽ പ്ലവകങ്ങളിലും ചെളിയും ഭക്ഷിക്കാൻ ചെമ്മീൻ, മത്തി, അയല മുതലായ മത്സ്യങ്ങൾ കൂട്ടമായി എത്തുന്നു. ഈ പ്രതിഭാസമാണ് ചാകര. ഇനി എന്താണ് വേലികൾ എന്നറിയപ്പെടുന്നത്? ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്രജലത്തിലുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയുമാണ് വേലികൾ. സമുദ്രജല വിധാനത്തിൻ്റെ ഉയർച്ചയെ വേലിയേറ്റമെന്നും സമുദ്രജല വിധാനത്തെ താഴ്ചയെ വേലിയിറക്കുമെന്നും പറയുന്നു. ചിത്രം നോക്ക്. ഇവിടെ ചന്ദ്രൻ അഭിമുഖമായി ഭൂമിയുടെ ഭാഗത്ത് ജലനിരപ്പ് ഉയർന്നു അല്ലേ? ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഭാഗത്തെ ജലനിരപ്പ് ഉയർന്ന് വേലിയേറ്റം, ഹൈറ്റൈഡ് എന്ന് പറയുന്നു. ചന്ദ്രൻ പ്രതിമുഖത്തെ ഭാഗത്തെ ജലനിരപ്പും ഉയർന്ന് കാണുന്നില്ലേ? ഈ ഭാഗത്തെ ജലനിരപ്പ് ഉയർന്നതിന് കാരണമായ ഘടകം ഭൂമിയുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ ഒന്ന് ചന്ദ്രൻ ഇവിടെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഈ ഫിഗറിൽ ഇവിടെ ഒരു വേലിയേറ്റം പോലെ, ഇവിടെ അതുപോലെ തന്നെ അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. ഇനി വേലിയേറ്റങ്ങൾക്ക് വിധേയമാകുന്ന സ്ഥലങ്ങൾക്ക് 90 ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിൽ ജലനിരപ്പ് താഴ്ന്നതായി കാണാം. ഇത് ഇവിടെ ജലനിരപ്പ് താഴ്ന്ന ഈ പ്രതിഭാസത്തെ വേലിയിറക്കം അല്ലെങ്കിൽ ലോ ടൈഡ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ലോ ടൈഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഇതിന് കാരണമാകുന്നുണ്ട്. ഇനി വേലികൾക്ക് ചന്ദ്രൻ്റെ ആകർഷണ ബലം മാത്രമല്ല കാരണം സൂര്യൻ്റെ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലവും വേലികൾ കാരണമാകുന്നു. സൂര്യനെ അപേക്ഷിച്ച് ചന്ദ്രൻ്റെ വലിപ്പം കുറവാണെങ്കിലും ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്നതിനാൽ ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണം സൂര്യൻ ചെലുത്തുന്ന ആകർഷണം അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ചന്ദ്രൻ്റെ ആകർഷണമായിരിക്കും കൂടുതലെന്ന് പറയുന്നത്. നോക്ക്, ഭൂമി, ചന്ദ്രൻ, സൂര്യൻ ഇവ ഒരേ ലൈനിൽ വരികയാണെങ്കിൽ അത് വാവ് വേലിക്ക് കാരണമാകും. ഓരോ മാസത്തിലും അമാവാസി, കറുത്ത വാവ്, അതുപോലെ തന്നെ വെളുത്ത വാവ്, 2 വാവുകളാണ്. ഒന്ന് കറുത്ത വാവ്, ഒന്ന് വെളുത്ത വാവ്. ദിവസത്തിലും സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്നു. ഈ ദിവസങ്ങളിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകർഷണ ശക്തി കൂടുതലായിരിക്കും. തന്മൂലം മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ശക്തമായ വേലിയേറ്റം ഉണ്ടാകും. അപ്പോൾ ഒരേ ലൈനിൽ വരികയാണെങ്കിൽ സൂര്യൻ, ഭൂമി, ചന്ദ്രൻ ഒരേ ലൈനിൽ വരികയാണെങ്കിൽ അത് അമാവാസി, പൗർണമി എന്ന് പറയുന്നതിൽ കാരണമാകുന്നു. അപ്പോൾ ശക്തമായ വേലിയേറ്റം ഉണ്ടാവുക. സൂര്യൻ്റെ ആകർഷണ ശക്തി കൂടുതലായിരിക്കും. തന്മൂലം മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ശക്തമായ വേലിയേറ്റം ഉണ്ടാകുന്നു. ഇത്തരം വേലികളെ വാവു വേലികൾ അല്ലെങ്കിൽ സ്പ്രിംഗ് ടൈഡ് എന്നറിയപ്പെടുന്നു. ഓർത്തിരിക്കുക. ഇനി അമാവാസി, പൗർണമി എന്നീ ദിവസങ്ങൾക്ക് ശേഷം 7 ദിവസം കഴിയുമ്പോൾ സൂര്യനും ചന്ദ്രനും ഭൂമിയും 90 ഡിഗ്രി കോണളവിൽ വരുന്നു. 90 ഡിഗ്രി കോണളവിൽ വരുന്നു. ഈ ദിവസങ്ങളിൽ സൂര്യൻ, ചന്ദ്രൻ ഭൂമിയെ 90 ഡിഗ്രി അകലിൽ നിന്ന് ആകർഷിക്കുന്നതിനാൽ വളരെ ദുർബലമായ വേലികളാണ് ഇത് നീപ്പ് ടൈഡ്. മറ്റേത് സ്പ്രിംഗ് ടൈഡ് അല്ലെങ്കിൽ വാവ് വേലികൾ. എല്ലാം ഒരേ ലൈനിൽ 90 ഡിഗ്രി ചന്ദ്രൻ ഭൂമി ഈ കാണിച്ച പോലെ എല്ലാം ഒരു 90 ഡിഗ്രി ആംഗിൾ വരികയാണെങ്കിൽ ഇങ്ങനെ 90 ഡിഗ്രി ആംഗിൾ വരികയാണെങ്കിൽ അത് നീപ്പ് ടൈഡിന് കാരണമാകുന്നു, അല്ലെങ്കിൽ സപ്തമ വേലി എന്നറിയപ്പെടുന്നു. ഓർത്തിരിക്കുക. ഇനി വേലികൾ സൃഷ്ടിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്? വേലികൾ കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വാവു വേലിയും അതുപോലെ തന്നെ സപ്തമ വേലിയൊക്കെ ഉണ്ടാവാൻ കാരണം നമ്മൾ ആൾറെഡി പറഞ്ഞു. സൂര്യനും ചന്ദ്രൻ ഭൂമിയിൽ അർപ്പിക്കുന്ന ഈ ഒരു ആകർഷണ ബലം. അപ്പോൾ അത് കാരണം ഈ വേലികൾ ഉണ്ടാവുന്നു. ഇനി ഈ വേലികൾ സൃഷ്ടിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്? വേലിയേറ്റവും വേലിയിറക്കവും ഒട്ടേറെ ഫലങ്ങൾ സൃഷ്ടിക്കുന്ന എന്താണ്? തുറമുഖങ്ങളിലും സമുദ്രതീരങ്ങളിലും നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള മാലിന്യങ്ങൾ സമുദ്രത്തിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് നീക്കം ചെയ്യപ്പെടുന്നു. ശക്തമായ വേലികളുടെ ഫലമായി നദീമുഖങ്ങളിൽ ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത് തടസ്സപ്പെടുന്നു. അപ്പോൾ ഡെൽറ്റകൾ ഉണ്ടാവില്ല. കാര്യം ശക്തമായ വേലികളുടെ ഫലമായി നദീമുഖങ്ങളിൽ ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത് തടസ്സപ്പെടുന്നു. വേലിയേറ്റ സമയങ്ങളിൽ ഉപ്പളങ്ങളിൽ കടൽ വെള്ളം കയറ്റാൻ കഴിയുന്നു. മീൻപിടുത്തത്തിനായി കടലിലേക്ക് കട്ടമരങ്ങളിൽ വരുന്നതിനും സഹായിക്കുന്നു. വേലിയേറ്റ ശക്തിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ആഴം കുറഞ്ഞ തുറമുഖങ്ങളിലേക്ക് കപ്പലുകൾ അടുപ്പിക്കുന്നതിന് വേലിയേറ്റ സംരംഭങ്ങളാണ്. ഇനി സമുദ്രജല പ്രവാഹങ്ങളൊക്കെ ഒരു ദിശയിൽ മറ്റൊരു ദിശയിലേക്ക് സമുദ്രത്തിൻ്റെ തുടർച്ചയായ പ്രവാഹമാണ് സമുദ്രജല പ്രവാഹം. ഉഷ്ണജല പ്രവാഹമെന്നും ശീതജല പ്രവാഹമെന്നും പ്രവാഹങ്ങൾ 2 തരത്തിലുണ്ട്. ഉഷ്ണ മേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹമാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ. അതുപോലെ
ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണമേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ശീതജല പ്രവാഹങ്ങൾ. ഓർത്തിരിക്കുക, സമുദ്രജല ലവണത്വം, താപനില എന്നിവ ഓരോ സമുദ്രത്തിലും വ്യത്യസ്തമാണ്. ഈ വ്യത്യാസം സമുദ്രജലത്തിൻ്റെ സാന്ദ്രതാ വ്യത്യാസത്തിന് കാരണമാകുന്നു. ഓക്കെ, സമുദ്രജലത്തിൻ്റെ സാന്ദ്രത വ്യത്യാസം ജലപ്രവാഹങ്ങൾ കാരണമാകുന്ന അപ്പോൾ ഈ സമുദ്രജലത്തിൻ്റെ സാന്ദ്രതാ വ്യത്യാസം ജലപ്രവാഹങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങളൊന്നാണ്. ഇപ്പോൾ നോക്കാം, ഇവിടെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പ്രവാഹങ്ങൾ, ഒറീഷ്യ പ്രവാഹം അതൊരു ശീതജല പ്രവാഹമാണ്. ഓക്കെ, അതുപോലെ തന്നെ പല പസഫിക് സമുദ്രത്തിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലും കാണപ്പെടുന്ന പല പ്രവാഹങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊരു ചോദ്യമാണ്. ഇതൊക്കെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഇവിടെ ഈ ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്നിടത്ത് ശീതജല പ്രവാഹം ലാബ്രഡോർ പ്രവാഹവും അതുപോലെ ഉഷ്ണജല പ്രവാഹവുമായിട്ടുള്ള ഗൾഫ് സ്ട്രീമും കൂട്ടിമുട്ടുന്നു. ഇവിടെയാണ് ഗ്രാൻഡ് ബാങ്ക്സ് ഉള്ള ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്തുള്ളത് അവിടെയാണ്. ഓക്കെ, ആ ചോദ്യമാണ്. ലാബ്രഡോർ പ്രവാഹം എന്ന സ്വാതി ശീതജല പ്രവാഹമാണ്, അതുപോലെ തന്നെ ഗൾഫ് സ്ട്രീം സ്വാതി ഉഷ്ണജല പ്രവാഹം. ഇത് രണ്ടും കൂട്ടിമുട്ടുന്നിടത്താണ് ഗ്രാൻഡ് ബാങ്ക്സ് ഉള്ളത്. ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ് ബാങ്ക്സിനെ കുറിച്ച് ഇനി ഈ സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയാണ് സമുദ്രജല പ്രവാഹങ്ങൾ കാരണം എന്തൊക്കെ ഉണ്ടാവുക? സമുദ്ര തീര പ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. സമുദ്ര തീര പ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞിന് കാരണമാകുന്നു. മൂടൽമഞ്ഞുണ്ടാകും. രണ്ടും കൂട്ടിമുട്ടുമ്പോൾ മൂടൽമഞ്ഞുണ്ടാകാൻ കാരണമാകുന്നു. ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങൾ മത്സ്യവളർച്ചയ്ക്ക് ശക്തമായ കാലാവസ്ഥ അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ നോക്കുക, ഗ്രാൻഡ് ബാങ്ക്സ് ലോകത്തിലെ ഏറ്റവും പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിലൊന്നാണ് ഗ്രാൻഡ് ബാങ്ക്സ്. വടക്കേ അമേരിക്കയുടെ കിഴക്ക് ന്യൂ ഫൗണ്ട്ലാൻഡ് തീരത്താണ് ഗ്രാൻഡ് ബാങ്ക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് വടക്കേ അമേരിക്കയുടെ എവിടെയാണ് വടക്കേ അമേരിക്കയുടെ ആ തീരത്താണ് എന്ത് ഗ്രാൻഡ് ബാങ്ക്സ് ഉള്ളത്. നമുക്ക് മനസ്സിലായി. ഓക്കെ, വടക്കേ അമേരിക്കയുടെ തീരത്താണ് ഗ്രാൻഡ് ബാങ്ക്സ് ഉള്ളത് അല്ലേ? വടക്കേ അമേരിക്കൻ തീരത്താണ് ഗ്രാൻഡ് ബാങ്ക്സ് ഉള്ളത്. ഓക്കെ, ഇവിടെ ഗൾഫ് സ്ട്രീം, വടക്കേ അമേരിക്കയുടെ തീരത്ത് അവിടെ ഗൾഫ് സ്ട്രീമും ഇവിടെയാണ് ഗ്രാൻഡ് ബാങ്ക്സ് ഉള്ളത്. അപ്പോൾ ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളാണൊന്നാണ് ഗ്രാൻഡ് ബാങ്ക്സ്. വടക്കേ അമേരിക്കയുടെ കിഴക്ക് ന്യൂ ഫൗണ്ട്ലാൻഡ് തീരത്താണ് ഗ്രാൻഡ് ബാങ്ക്സ് ചെയ്യുന്നത്. ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹവും ലാബ്രഡോർ ശീതജല പ്രവാഹവും സന്ധിക്കുന്നതിനാൽ ഇവിടെ മത്സ്യവളർച്ചയ്ക്ക് സാഹചര്യമൊരുക്കുന്നു. മാത്രമല്ല ലാബ്രഡോർ പ്രവാഹം മത്സ്യാഹാരമായ പ്ലവങ്ങൾക്ക് വളർച്ചയ്ക്ക് സഹായമാകുന്നു. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് കാലാവസ്ഥ. അപ്പോൾ സമുദ്രജല ചലനങ്ങൾ മനുഷ്യജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം എങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി കാലാവസ്ഥ. തീരപ്രദേശങ്ങൾ കാലാവസ്ഥയെ സമുദ്രങ്ങൾ നിർണായകമായി സ്വാധീനിക്കുന്നു. അപ്പോൾ തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥ സമുദ്രങ്ങൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് കാലാവസ്ഥ. പകൽ സമയത്ത് വീശുന്ന കടൽക്കാറ്റും രാത്രികാലങ്ങളിൽ വീശുന്ന കരക്കാറ്റും തീരപ്രദേശങ്ങളിൽ താപനില നിയന്ത്രിക്കുന്നു. നമുക്കറിയാം, കടൽക്കാറ്റ് പകലും കരക്കാറ്റ് രാത്രിയുമാണ്. മഴ, കാറ്റ്, ചക്രവാതം തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ രൂപീകരണത്തിന് സമുദ്രങ്ങൾക്ക് പങ്കുണ്ട്. പൊതുവേ തീരപ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥയാണുള്ളത്. എന്നാൽ സമുദ്ര സാമീപ്യം ഇല്ലാത്ത പ്രദേശങ്ങളിൽ വേനലും ശൈത്യവും അതികഠിനമായിരിക്കും. എന്നാൽ സമുദ്ര സാമീപ്യം ഇല്ലാത്ത പ്രദേശങ്ങളിൽ വേനലും ശൈത്യവും കഠിനമായിരിക്കും. ധാതുനിക്ഷേപങ്ങൾ. കരയിൽ ലഭ്യമാകുന്ന ഒട്ടുമിക്ക ധാതുക്കളും സമുദ്രങ്ങളിൽ കാണപ്പെടുന്നു. കറിയുപ്പ്, ബ്രോമിൻ, മഗ്നീഷ്യം ക്ലോറൈഡ് എന്നിവ കൂടാതെ ഇരുമ്പ്, കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ നിക്ഷേപവും സമുദ്രങ്ങളിലുണ്ട്. മുംബൈ തീരത്ത് നിന്ന് 162 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ 1974 പെട്രോളിയം പ്രകൃതിവാതകവും ഖനനം ചെയ്യാൻ ആരംഭിച്ചു. ഈ എണ്ണപ്പാടം മുംബൈ ഹൈ എന്നറിയപ്പെടുന്നു. തിരമാലകൾ, വേലികൾ എന്നിവ വൈദ്യുതി ഉൽപ്പാദനം ഉപയോഗിച്ചിട്ടുണ്ട്. തീരത്ത് ആഞ്ഞടിക്കുന്ന ശക്തമായ തിരമാലകൾ അവിടെ സ്ഥാപിച്ചിട്ടുള്ള ടർബൈനുകൾ കറക്കുന്നു. ഇങ്ങനെ വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നു. സമുദ്രതീരങ്ങളിൽ സമുദ്രജലം സംഭരിക്കാൻ റിസർവോയറുകൾ നിർമ്മിക്കുന്നു. ശക്തമായ വേലിയേറ്റ സമയത്ത് കടൽ വെള്ളം ഈ ജലസംഭരണിയിൽ പ്രവേശിക്കുന്നു. വേലിയിറക്ക സമയത്ത് സംഭരണികൾ ശേഖരിച്ചിട്ടുള്ള ജലം തുറന്നു വിടുന്നു. വേലിയേറ്റ സമയത്ത് അകത്തു നിന്നും വേലിയിറക്ക സമയത്ത് പുറത്തു നിന്നും ജലം ശക്തമായി നീങ്ങുന്നതിൻ്റെ ഫലമായി ടർബൈനുകൾ കറങ്ങുന്നു. ഇതുവഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി സമുദ്രങ്ങൾ ഒരുക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ. നമ്മുടെ പ്രധാന ഭക്ഷ്യവിഭവങ്ങളെന്നാണ് മത്സ്യം. ഏറ്റവും അധികം മത്സ്യബന്ധനം നടത്തുന്ന രാജ്യങ്ങൾ ജപ്പാൻ, പെറു, ചൈന, നോർവേ, അമേരിക്കൻ ഐക്യനാടുകൾ എന്നിവയാണ്. കടലിലെ സസ്യജന്തുജാലങ്ങൾ നിരവധി ഔഷധസസ്യങ്ങളാണ്. ആൻറ്റിബയോട്ടിക്കുകൾ, സ്റ്റിറോയിഡുകൾ, വൈറ്റമിനുകൾ എന്നിവയുടെ ഉൽപ്പാദനത്തിനായി സമുദ്രത്തിലെ സസ്യജന്തുജാലങ്ങൾ ഉപയോഗിക്കുന്നു. പലതരം മരുന്നുകളുടെ നിർമ്മാണത്തിനും ഇവ പ്രയോജനപ്പെടുത്തുന്നു. കടൽ വെള്ളത്തിൽ നിന്നും കുടിവെള്ളം. അപ്പോൾ നമുക്ക് കടൽ വെള്ളം ശുദ്ധീകരിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ലവണത്തിൽ നിന്ന് ജലം വേർതിരിക്കൽ, സ്വേദനം, ബാഷ്പീകരണം, സാന്ദ്രീകരണം എന്നീ മാർഗ്ഗങ്ങളുണ്ട്. ലവണത്തിൽ നിന്നും ജലം വേർതിരിക്കൽ എങ്ങനെ? സ്വേദനം വഴി, ബാഷ്പീകരണം വഴി, സാന്ദ്രീകരണം വഴി. അതുപോലെ തന്നെ ലവണത്തിൽ നിന്ന് ലവണം വേർതിരിക്കുന്നത് ഇലക്ട്രോ ഡയാലിസിസ്, വിപരീത ഓസ്മോസിസ്. അപ്പോൾ ലവണജലത്തിൽ നിന്ന് ജലം വേർതിരിക്കാൻ നമുക്ക് സ്വേദനം, ബാഷ്പീകരണം, സാന്ദ്രീകരണം വഴി ചെയ്യാൻ പറ്റും. ലവണജലത്തിൽ നിന്ന് ലവണം വേർതിരിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് പറ്റുക? ഇലക്ട്രോ ഡയാലിസിസ്, വിപരീത ഓസ്മോസിസ് എന്നീ മാർഗ്ഗങ്ങളുടെ ഇലക്ട്രോ ഡയാലിസിസ്. അപ്പോൾ ഇന്ത്യയിലെ ചിലയിടങ്ങളിൽ സമുദ്രജല സ്വേദനം എന്നിവ ഉപയോഗിച്ച് ഇങ്ങനെ ശുദ്ധീകരിക്കാറുണ്ട്. നമ്മൾ നോക്കിയത്
വളരെ ചെറിയ ഒരു SCERT ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിൽ പല ചോദ്യങ്ങൾ മത്സരപരീക്ഷയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പഠിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു SCERT ചാപ്റ്ററുമായി കാണാം. താങ്ക്